ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ കലീഷ്. നമുക്കിടയിൽ ഈ വായ്പ വാങ്ങുന്നതിനെ ഒരു ശീലമാക്കിയ ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അവരെല്ലാവരുടെ അടുത്തുനിന്ന് ഇങ്ങനെ വായ്പ വാങ്ങിക്കൊണ്ടേയിരിക്കും, എന്നിട്ട് ആർക്കും തിരികെ കൊടുക്കുകയില്ല. അത്തരത്തിലുള്ള ഒരുപാട് പേരെ ചിത്രങ്ങൾ നിങ്ങളൊക്കെ തലയിൽ തന്നെ പൊതിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മളാണെങ്കിൽ അവരെ വിഷമമൊക്കെ പറഞ്ഞു വരുന്നത് കാണുമ്പോൾ നമ്മളങ്ങ് എടുത്തു കൊടുത്തു പോവുകയും ചെയ്യും. പലപ്പോഴും അവരുടെ പാരമ്പര്യം എന്താണ്, അവരേത് രീതിയിലാണ് മറ്റുള്ള പെരുമാറുന്നത് എന്നൊന്നും നമ്മൾ അറിയാറില്ല. ഇത്തരം സമയത്ത് നമ്മൾ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? ഞാൻ 1-2 എക്സാമ്പിൾസ് പറയാം. പണ്ടൊരിക്കൽ ഒരു സ്റ്റാഫിന് എന്നോട് വായ്പയൊന്നും ചോദിക്കാറില്ല. സ്റ്റാഫിൻ്റെ ഒരു ബോയ് ഫ്രണ്ട് ഒരു 5000 രൂപ ഈ സ്റ്റാഫിനോട് ചോദിക്കുകയാണ്. ബോയ് ഫ്രണ്ട് ചോദിച്ചതല്ലേ, കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവൾക്ക് തോന്നി നമ്മൾ പാവം ഡോക്ടറെ അടുത്തൊന്ന് പോയി ചോദിക്കാമെന്ന്. ഡോക്ടറെ, ഞാൻ അടുത്ത ആഴ്ച തന്നെ തിരിച്ചു തരാം, 5000 റുപ്യ തരുമെന്ന് ചോദിച്ചു. ആദ്യമൊക്കെ ഞാൻ പറഞ്ഞു, നിൻ്റെ ആവശ്യത്തിനാണെങ്കിൽ ഓക്കെ, നിൻ്റെ ബോയ് ഫ്രണ്ടിന് വേണ്ടിയല്ലേ, എനിക്ക് തരാൻ മനസ്സില്ല എന്ന് പറഞ്ഞു. പക്ഷേ കുറേ അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞാനങ്ങ് വീണു, ഞാൻ കൊടുത്തു. പിന്നെ എവിടെ 3-4-5 വർഷം കഴിഞ്ഞിട്ട് അതൊന്നും കൂടി തിരികെ കിട്ടിയിട്ടേ ഇല്ല. അതാണ് അവസ്ഥ. പിന്നെ ഒരാളെ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു 5000 രൂപ വായ്പ ചോദിച്ചു. നല്ലൊരു മനുഷ്യന്. പണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അയാളെക്കുറിച്ച് എനിക്ക് പുറത്തൊക്കെ അറിയുമ്പോൾ നല്ലൊരു മനുഷ്യനാണല്ലോ, എനിക്ക് അറിയുന്ന ആളുമാണ്, നല്ല സ്നേഹസമ്പന്നനായ ഒരു വ്യക്തിയാണ്, നാട്ടിൽ അറിയപ്പെടുന്നൊരു ജോലിക്കാരനാണ്. ഞാൻ പറഞ്ഞു ഞാൻ തരാം, നിങ്ങൾക്ക് 5000 രൂപ തരാം, എൻ്റെ അടുത്ത് ഇപ്പോൾ അല്ല, നിങ്ങൾ വൈകുന്നേരം വന്നോന്നാണ്. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. ഞാനൊരു 500 രൂപ എടുത്ത് കൊടുത്തു. ബാക്കി 4500 വൈകുന്നേരം ആകുമ്പോഴേക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ നമ്മളെ ഹോസ്പിറ്റലിലൊരു മാനേജറുമായിട്ട് ചർച്ച ചെയ്തു. ഇന്ന ആൾ എന്നോട് 5000 രൂപ ചോദിച്ചിട്ടുണ്ട്, ഞാൻ 500 കൊടുത്തിട്ടുണ്ട്, 4500 വൈകുന്നേരം കൊടുക്കാമെന്നാണ് പറഞ്ഞത് എന്നാണ്. അപ്പോൾ ഈ മാനേജർ ഇദ്ദേഹത്തിൻ്റെ ചരിത്രം മൊത്തം പറയാൻ തുടങ്ങി. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഹോബിയാണ്, എപ്പോഴും ഇങ്ങനെ വായ്പ വാങ്ങിക്കൊണ്ടിരിക്കുക, എന്നിട്ട് തിരികെ കൊടുക്കാതിരിക്കുക. 500 ഏതായാലും നിങ്ങൾക്ക് പോയെങ്കിൽ പോയി, ഇനി 4500 കൊടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഞാൻ അതിനൊരു എക്സ്ക്യൂസ് കണ്ടെത്തി, 4500 എൻ്റെ അടുത്തില്ല എന്നുള്ളത് പറയുകയും ചെയ്തു. ഇപ്പോൾ ആ ഒരു 4500 കൊടുക്കുന്നത് തടയാൻ എനിക്ക് സഹായിച്ചത് എന്താണ്? ഞാൻ നമ്മളെ ഹോസ്പിറ്റലിൽ ആ ഒരു മാനേജറുമായിട്ടത് ചർച്ച ചെയ്തുകൊണ്ടാണ്. ആ ചർച്ച ചെയ്തപ്പം ഈ ഒരു വ്യക്തിയുടെ മറ്റൊരു മുഖം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളോട് വായ്പയോട് സമീപിക്കുന്ന വ്യക്തികളുടെ, നമ്മളോട് വായ്പ വാങ്ങുന്ന വ്യക്തികളുടെ ഇതുപോലെ പറ്റിക്കുന്ന ചരിത്രങ്ങളൊന്നും നമ്മൾ അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത. പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ടവരൊക്കെ ആകുമ്പം അവരെക്കുറിച്ച് നമുക്കുണ്ടാകുന്നൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു കുടുംബ സാഹചര്യത്തിലോ നമ്മുടെ സ്നേഹസമ്പന്നമായ സാഹചര്യത്തിലോ നമ്മളറിഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ചായിരിക്കും നമ്മൾ ആ വ്യക്തികളെ അളക്കുന്നത്. പക്ഷേ ഇതേ വ്യക്തിക്ക് അവർ നിലനിൽക്കുന്ന സമൂഹത്തിൽ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പ് വലയത്തിൽ മറ്റൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവും. അത് നമ്മൾ പലപ്പോഴും അറിയില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? അത് അറിയാതിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ട്രാപ്പിൽ പെട്ടുപോകുന്നത്. ഈ വായ്പ വാങ്ങി പറ്റിക്കുന്ന വ്യക്തികളുടെ ട്രാപ്പിൽ നമ്മൾ പെട്ടുപോകുന്നത്. നമുക്ക് നമ്മളെ മുമ്പിൽ ഫേസ് ചെയ്യുമ്പോൾ, നമ്മൾ ഇടപഴകുമ്പോൾ ആ ഒരു സാഹചര്യം മാത്രമേ കുറിച്ച് അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ വായ്പ വാങ്ങി പറ്റിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ വായ്പ ചോദിക്കുന്ന നിമിഷം തന്നെ കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അവർക്ക് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ അവരുടെ ചരിത്രം, അവരുടെ ജീവിക്കുന്ന മറ്റ് പശ്ചാത്തലങ്ങളിലൊക്കെ അന്വേഷിക്കണം. മറ്റുള്ളവരെ പറ്റിച്ചിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് അറിയണം. അവർ മറ്റുള്ളവരോട് വാങ്ങുമ്പോൾ വ്യക്തമായി കൃത്യമായി സമയത്ത് തിരിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് അറിയണം. അതറിയാതെ ഒരിക്കലും നമ്മൾ കൊടുക്കരുത്. പിന്നെ എപ്പോഴും നമ്മൾ ഒരാളൊരു കാര്യം പറയുമ്പം ആ സമയത്തൊരു ഡിസിഷനും നമ്മൾ എടുക്കാൻ പാടില്ല. കാരണം നമ്മളോട് ദുഃഖകരമായിട്ടുള്ളൊരു കഥ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരുമ്പം നമ്മളൊരിക്കലും അറിയില്ല ഇത് നമ്മുടെ എമോഷണൽ മൈൻഡായിരിക്കും അപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ആൾ ഭാര്യ മെഡിക്കൽ കോളേജിലാണ് എന്ന് പറഞ്ഞ് പലപ്പോഴായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുമ്പോഴൊക്കെ ഒരു ചെറിയ സംഖ്യ അങ്ങനെ എടുത്തു കൊടുക്കും. അങ്ങനെ ഇയാളിതിങ്ങനെ പതിവ് ശീലാക്കിയപ്പോൾ ഇയാളെ ഭാര്യ എന്നാൽ മെഡിക്കൽ കോളേജിലല്ലേ. ഞാൻ പറഞ്ഞു, എന്നാൽ ഇന്നൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ഭാര്യ മെഡിക്കൽ കോളേജിലാണല്ലോ, ഇപ്പം ഞാൻ പൈസ തരുന്നില്ല, നിങ്ങൾ അവിടുത്തെ ഏത് വാർഡിലാണെന്നൊന്ന് പറഞ്ഞതാ, ഞാൻ എന്ത് ചെയ്യുക, അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്നാണ്. എവിടെ, ഭാര്യ മരിച്ചു പോയിട്ടുണ്ട്, വർഷങ്ങളായി. ഇതാണ് അവസ്ഥ. ചിലവർ വീട് പണിയാണെന്ന്. എന്ത് വീട് പണി, ഒരു ചുക്കും ഉണ്ടാവില്ല. അതെങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക ചെയ്യുക, ഇതിനെ ചൂഷണം ചെയ്യുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ എമോഷണൽ മൈൻഡായിരിക്കും ഇവരിതൊക്കെ പറയുമ്പോൾ നമ്മളിൽ പ്രവർത്തിക്കുന്നത്. ഈ എമോഷണൽ മൈൻഡ് പ്രവർത്തിക്കാൻ നമ്മളിൽ കരുണയും ദയയും അനുപഗമ്പയൊക്കെ ആയിട്ട് ഉണർന്നിട്ട് നമ്മളെ കഴിയുന്നതിലൊക്കെ അങ്ങോട്ട് കൊടുക്കും. അവർ പറഞ്ഞ സമയത്ത് തിരിച്ച് തരികയില്ല. നമ്മളെന്താവും, ആ ട്രാപ്പിൽ പെട്ടുപോവുകയും ചെയ്യും.
പറഞ്ഞ മനസ്സിലായി. ചിലർക്കത് ഹാബിറ്റ് ആയിരിക്കും. ഇപ്പോൾ ഭിക്ഷാടനം നടത്തുന്നവർ തന്നെ എല്ലാവരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വലിയ കഷ്ടപ്പാട് അനുഭവപ്പെടുന്നവരാണ്? ഒരുപക്ഷെ നമ്മുടെ അടുത്തുള്ളതിനേക്കാളും പൈസ അവരെ കയ്യിലുണ്ടാവും. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സ്ത്രീകൾ, അവർക്ക് ഗവൺമെൻറ് ജോലി ഉണ്ടായിട്ട് അവിടുന്ന് പെൻഷൻ പോലും കിട്ടുന്നുണ്ട്, എന്നാലും അവരെപ്പോഴും ഇങ്ങനെ ഭിക്ഷ അയച്ച് നടക്കുന്നത് കാണാം. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇഷ്ടപ്പെടുന്ന തൊഴിലാണ്. അപ്പോൾ അവരിങ്ങനെ ഓരോരോ എല്ലാ പ്രാവശ്യം വരുമ്പോൾ പല കാര്യങ്ങളും പറയും. അത്യാവശ്യം ഫൈനാൻഷ്യലി സ്റ്റേബിലിറ്റി ഉള്ള ആൾക്കാരൊക്കെയാണ്. പക്ഷേ അത് അവരൊരു ശീലമാക്കിയിരിക്കുകയാണ്. അത് അവർക്ക് എന്താണ്, ആ ഒരു ജോലിയിൽ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. ആ പണം അവർക്ക് ഒരു ആസ്വാദനം നൽകുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളെന്ത് ചെയ്യുക, അത്തരം വ്യക്തികളൊക്കെ ട്രാപ്പിൽ നമ്മൾ പെട്ടുപോയിട്ട് നമ്മളെന്ത് ചെയ്യും, നമ്മുടെ പണം അനാവശ്യമായിട്ടുള്ളൊരു സോഴ്സിലേക്ക് കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടാകുക. എന്നാൽ ആവശ്യമുള്ള ഒരാളെ കയ്യിലേക്ക് അത് എത്തുകയില്ല. അനാവശ്യമായിട്ട് ഒരുപാട് വ്യക്തികളിൽ നമ്മളെ പൈസയും ചാമ്പി പോകുന്ന അവസ്ഥ ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ നമ്മൾ ആരോടെങ്കിലും പൈസ കടം കൊടുക്കുകയാണെങ്കിൽ അവരുടെ ചരിത്രം വ്യക്തമായിട്ട് അറിയണം. ഇമ്മീഡിയറ്റായിട്ട് ഞാൻ തരാം എന്നുള്ളൊരു വാക്ക് നിങ്ങൾ കൊടുക്കരുത്. കാരണം അവർ മിക്കവാറും നിങ്ങളുടെ വ്യക്തിത്വത്തെ ചൂഷണം ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇത് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ള ഒരു വലിയൊരു ഫൈനാൻഷ്യൽ ലെസണാണ്. ഓക്കെ, മറ്റ് ലെസണുകളൊക്കെ ഞാൻ നിങ്ങളോട് പിന്നീട് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ബൈ.